ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു മുറുക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ നമുക്ക് ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് മുറുക്ക്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മൾ നെയ് മുറുക്കാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് 2 കപ്പ് അരിപ്പൊടിയും 1 കപ്പ് കടലമാവുമാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഒരു 1:2 എന്ന റേഷ്യോയിലായിരിക്കണം കടലമാവും അരിപ്പൊടി. 1 ടീസ്പൂൺ അയമോദകം, 1 ടീസ്പൂൺ ജീരകപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർക്കുകയാണ്. അപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് വറുത്ത അരിപ്പൊടിയാണ്. അപ്പം അരിപ്പൊടി വറുത്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് എരിവിനായിട്ട് മുളക് പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. ഇത് എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കുക. ഒരുപാട് ലൂസ് ആവാൻ പാടില്ല. ചൂടുവെള്ളം ഒഴിക്കാൻ ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മൾ കുഴയ്ക്കുമ്പോൾ ചൂടുവെള്ളം ഒഴിച്ച് വേണം മാവ് കുഴച്ചെടുക്കേണ്ടത്. മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കുഴച്ചെടുക്കേണ്ടത്. ഒരുപാട് ലൂസാവാൻ പാടില്ല. ഈ ഒരു തിക്നെസ് വേണം നമുക്ക്, എന്നാലേ ക്രിസ്പി ആയിട്ടുള്ള മുറുക്ക് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് അച്ചിൽ മുറുക്കുണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ഒരു വാഴയിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ അതിൽ ഇങ്ങനെ ചുറ്റി എടുത്തു കൊടുക്കുകയാണ്. കണ്ടോ, നമ്മൾ മുറുക്ക് ഇങ്ങനെ ചുറ്റിച്ച് എടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇത് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. പാനിൽ എണ്ണ ചൂടാക്കി നമുക്ക് വറുത്തെടുക്കാം. കണ്ടോ, ഇതുപോലെ നമ്മൾ മുറുക്ക് വറുത്തെടുക്കുകയാണ്. നല്ല ചൂടായിട്ടുള്ള മുറുക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ലൊരു പലഹാരമാണിത്. മുറുക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. നല്ല ക്രിസ്പി മുറുക്ക് വൈകുന്നേരം ചായയോടൊപ്പം നല്ല ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതെല്ലാവരും പരീക്ഷിച്ച് നോക്കുക. കണ്ടോ, ഇതുപോലെ നമ്മുടെ മുറുക്ക് ഇട്ടിരിക്കുകയാണ്. വെരി ക്രിസ്പി, വെരി ടേസ്റ്റി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ഡിഷുമായി നമുക്കിനി പുതിയൊരു എപ്പിസോഡിൽ കാണാം. താങ്ക് യു.